നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 5, 6 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മാർച്ച് 5 രാവിലെ 8:13 AM മുതൽ മാർച്ച് 7 രാവിലെ 11:45 AM വരെയുള്ള കാലയളവിലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്, 5, 6 തീയതികളിൽ. പിന്നെ എല്ലാ ദിവസവും നിങ്ങളെ ബോറടിപ്പിക്കുന്ന കാര്യം പറയാം. ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അത് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിലും 1-2% ഫലപ്രാപ്തി കുറയും ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ. ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ പാടില്ല, അറിയാം. പക്ഷേ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ആദ്യം മേടം രാശിയെ നോക്കാം. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇവർക്ക് ബുധനും സർപ്പവും പ്രതികൂലമാണ്. അതേസമയം ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ബാക്കി 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ഏറ്റവും അതീവ നിർണായകമായ ഗ്രഹങ്ങൾ, അതായത് വ്യാഴം, ചൊവ്വ, സൂര്യൻ, ശനി തുടങ്ങിയ ഏറ്റവും നിർണായകമായിട്ടുള്ള ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതിനാൽ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് വാഹന ലാഭം, തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം, ഇതൊക്കെ ഉണ്ട്. സർവകാര്യവിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച, ഗൃഹലാഭം, ശയനസുഖം, ഭക്ഷണസുഖം. പിന്നെ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, നേട്ടമുണ്ടാവും. സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. അങ്ങനെ വളരെയധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് 5, 6 തീയതികളിൽ മേടം രാശിക്ക്. ഇനി ഇടവൻ രാശി നോക്കാം. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വയും വ്യാഴവും അനുകൂലമല്ല, എങ്കിലും ബാക്കിയുള്ള 7 ഗ്രഹങ്ങളുടെ അനുകൂല ഭാവം കൊണ്ട് അതൊക്കെ നിഷ്പ്രഭമായി പോകും. ഇവർക്ക് പ്രധാനമായിട്ടും തൊഴിൽ ഭാഗ്യം, കർമ്മഭാവത്തിൽ സൂര്യനും ശനിയും നിൽക്കുന്നു. അവർ ശത്രു ഗ്രഹങ്ങളാണ്, എന്നാൽ പോലും ഇത് രണ്ടും തന്നെ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ ഈ ശനി സൂര്യ യോഗം കൊണ്ടുള്ള ദോഷം കുറയും. കൂടാതെ നേട്ടങ്ങളും ഇവർക്കുണ്ടാവും. കണ്ടകശനിയാണ് എങ്കിലും കർമ്മഭാവത്തിൽ സ്വക്ഷേത്രപരമായിട്ട് ശനി നിൽക്കുന്നതുകൊണ്ട് അത് അനുകൂലമായിട്ട് ഫലത്തിൽ വരും. പിന്നെ തീർച്ചയായിട്ടും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും.
ബന്ധങ്ങൾ ഊഷ്മളമാവും, പരീക്ഷ ഇൻ്റർവ്യൂ ഇവയിലൊക്കെ വിജയമുണ്ടാവും. പൊതുവെ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കണക്കാക്കാം. എങ്കിലും ചൊവ്വ, വ്യാഴം, ചന്ദ്രൻ ഇവ അനുകൂലമല്ല. 12ാം ഭാവത്തിൽ വ്യാഴവും ചന്ദ്രനും നിൽക്കുകയാണ്. അത് പക്ഷേ ഗജകേസരി യോഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല. എങ്കിലും ജന്മത്തിലെ ചൊവ്വ ദോഷം ചെയ്യും. പിന്നെ സൂര്യനും ശനിയും ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദോഷങ്ങൾ കുറയും. ആദിത്യ ശനി യോഗം കൊണ്ട് ഉള്ള ദോഷങ്ങൾ കുറയും. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. എങ്കിലും ഇവർക്ക് ഒരു ഗ്രഹം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്, ബുധൻ മാത്രം. അപ്പോൾ ഇവർക്ക് അല്പം ദോഷാധിക്യം വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം. എങ്കിലും അവർ ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും പൊതുവെ ഇവർക്ക് ഒരു പരിധിവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ്. എങ്കിലും ഇവർ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അതാണ് ഞങ്ങൾ സ്ഥിരം ആവർത്തിക്കുന്ന പല്ലവി. ഈശ്വരനില്ലാതെ നമുക്ക് ഒരു നിലനിൽപ്പില്ല. നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ്. അതേസമയം ഈശ്വരൻ്റെ മൂല്യം 1,00,000 കോടിയിലധികമാണ്. ഈ 1,00,000 കോടിയിലധികം മൂല്യമുള്ള ഈശ്വരനുമായിട്ട് ഈ നമ്മളെന്ന് പറയുന്ന വട്ടപൂജ്യങ്ങൾ ചേരുമ്പോഴത്തേക്ക് 10,00,000 കോടി മൂല്യം വരും നമുക്ക്. ഓക്കെ, അതുകൊണ്ട് ഈശ്വരന് വിട്ടുള്ള ഒരു കളി വേണ്ട. ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ അല്പം ദോഷാധിക്യമൊക്കെ ഉള്ളത് മാറി നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 11ാം ഭാവത്തിൽ ചന്ദ്രനും വ്യാഴവും കൂടി ചേർന്ന് ഗജകേസരി യോഗം രൂപീകരിക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ ഇവർക്കുണ്ടാവും. വലിയ രീതിയിലുള്ള ധനബലമുണ്ടാവും. അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഒരു കൈ നോക്കാവുന്ന ദിവസങ്ങളാണ്. വ്യാഴം കൊണ്ട് 11ാം ഭാവത്തിൽ ചന്ദ്രൻ്റെ സാമീപ്യം കൊണ്ട് ഗജകേസരി യോഗമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 11ാം ഭാവത്തിൽ ഗജകേസരി യോഗം വരികയാണ്. അപ്പോൾ അത്യധികം നേട്ടങ്ങൾ, അതായത് ഒരു മനുഷ്യന് ആവശ്യമുള്ള ലൗകിക സുഖങ്ങൾ മുഴുവൻ ഇവർക്ക് അനുഭവവേദ്യമാവും. ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും. പക്ഷേ ഇവർക്ക് അഷ്ടമത്തിലാണ് സൂര്യനും ശനിയും നിൽക്കുന്നത്. അപ്പോൾ അത് അല്പം ദോഷം ചെയ്യും. എങ്കിലും ഇവർക്ക് ഈ 11ാം ഭാവത്തിൽ ഗജകേസരി യോഗം നിൽക്കുന്നത് കൊണ്ട് അതൊക്കെ ഒരു വലിയ അളവ് വരെ ഒഴിഞ്ഞു പോവും. എങ്കിലും ഇവർ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോവുക. ശിവനെ ആദ്യം ഭജിക്കുക. തീർച്ചയായിട്ടും ഗണപതിയെ ഭജിക്കണം. അത് പ്രത്യേകിച്ച് എടുത്തൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടാമത് ആദ്യം ഗണപതിയെ ഭജിച്ച് ശിവനെ ഭജിച്ച് വഴിപാടൊക്കെ നേർന്ന് അയ്യപ്പന് ശനിദോഷം മാറാൻ അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കുക. ശനിക്ക് എള്ള് വിളക്ക് ഒക്കെ കത്തിക്കുക. തീർച്ചയായിട്ടും ഇവർക്ക് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഗുണാധിക്യമുള്ള ദിവസങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും.
ഇനി ചിങ്ങം രാശി, മകം പൂര ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 4 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുള്ളത് ഉണ്ട്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വ നിൽപ്പുണ്ട്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഒരു പാവഗ്രഹം അനുകൂലമായിട്ട് വരുമ്പോൾ ഇവർക്ക് അതും അത്യധികം ഗുണാധിക്യമുള്ള ഫലങ്ങളാണ് ചൊവ്വ 11ാം ഭാവത്തിൽ ചിങ്ങം രാശിക്ക് തരുന്നത്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഇവർക്ക് ഉയർച്ചയുണ്ടാവും. പിന്നെ ബുധനും ശുക്രനും ഒരുപോലെ അനുകൂലമായതിനാൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വാഹന ലാഭം, നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള നടപടികൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഇവർക്ക് സർപ്പം അഷ്ടമത്തിലാണ്, അത് ദോഷമാണ്. അതിനാൽ ഇവർ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രം, ഗണപതിയെയും ശിവനെയൊക്കെ ഭജിച്ചതിന് ശേഷം സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും അതുപോലെ തന്നെ പുള്ളുവൻ പാട്ട് ഒക്കെ നടത്തുക ഗുണവർദ്ധനയ്ക്കായിട്ട്. അതുപോലെ സൂര്യൻ ശനിയും അനുകൂലമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ഇവയൊക്കെ ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇതൊക്കെ ചെയ്ത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങൾ ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് സൂര്യൻ, ശനി, വ്യാഴം, ചൊവ്വ ഇവ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഈ 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് മാറും. തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ച, നിയമപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് മറികടക്കാൻ പറ്റും. കർമ്മഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നതിനാൽ തിരക്ക് പിടിച്ച ഒരു തൊഴിൽ രംഗമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ തന്നെയും ആ തിരക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് ഈ 5, 6 തീയതികളിൽ കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് ചന്ദ്രനും വ്യാഴവും അഷ്ടമത്തിലാണെങ്കിലും അത് ഗജകേസരി യോഗം കൊണ്ട് രൂപീകരിച്ച് ഇവരുടെ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത്. ധനവരവുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ശനി ഇവിടെ 5ാം ഭാവത്തിൽ അത്ര വലിയ ഗുണം തരത്തില്ലെന്ന് പറയാമെങ്കിലും അത് സ്വക്ഷേത്രപരവാനായ ശനി 5ാം ഭാവത്തിൽ പൂർവ്വ പുണ്യസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഞാൻ പറയുന്നു, മാർച്ച് 29 ഇവർക്ക് ശനി അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിലേക്ക് വരാൻ പോവുകയാണ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോഴേ തുടങ്ങും. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് കൊണ്ട് കണ്ണും പൂട്ടി പറയാം, ഇനിയുള്ള ദിവസങ്ങൾ ഇവർക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് ഈ 5, 6 മാത്രമല്ല, ഇപ്പോൾ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഈ 5, 6 തീയതികളിൽ. എന്നാൽ പോലും അനുകൂലമല്ല, പ്രതികൂലമാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ വ്യാഴവും ചന്ദ്രനും കൂടെ ചേർന്ന് ഗജകേസരി യോഗം രൂപീകരിച്ച് 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ധനസ്ഥാനത്തേക്ക് നോക്കുന്നു. അപ്പോൾ അത് പ്രതികൂലമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ പോലും ഗുണാധിക്യം
നമുക്ക് പറയാൻ പറ്റും. 4 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ബാക്കി 2 ഗ്രഹങ്ങളായ ചന്ദ്രനും വ്യാഴവും അഷ്ടമത്തിലാണെങ്കിൽ പോലും അതും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ബാക്കിയുള്ള ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഈ മാർച്ച് 29 വരെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ ഈ ശനിയുടെ അനുഗ്രഹം കിട്ടാൻ അത് ചെയ്താൽ മതി. അതായത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ ഒരു 2.5 വർഷക്കാലം ഇവർക്ക് ഗുണാധിക്യമെന്ന് നമുക്ക് കണ്ണുമടച്ച് പറയാം. കാരണം ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 4 ഗ്രഹങ്ങൾ, അതായത് ശനി, വ്യാഴം, രാഹു, കേതു, ഇതൊക്കെ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങളാണ്. അതെല്ലാം തന്നെ ഒരുമിച്ച് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അത് ഇപ്പോഴേ തന്നെ കണക്ക് കൂട്ടിക്കോളൂ. അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതൊന്നും പ്രശ്നമല്ല ഇവിടെ. അതെല്ലാം ഇവർക്ക് മൊത്തത്തിൽ മൊത്തം ടോട്ടൽ ഇവർക്ക് ഗുണാധിക്യമാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം, ഈ 5-6 തീയതികളിൽ മാത്രമല്ല. അപ്പോൾ തുലാം രാശിക്ക് ഈ മാർച്ച് 29 ആ ശനിമാറ്റത്തിൻ്റെ ഒരു ഔദ്യോഗിക ഫലം കൂടി വന്നാൽ മാത്രം മതി. തീർച്ചയായിട്ടും തുലാം രാശിക്ക് നല്ല കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ, 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിൽ തന്നെ ചന്ദ്രനും വ്യാഴവും ഗജകസരി യോഗം രൂപീകരിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ സുഖം, അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളും സംഭവങ്ങളും ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് 5ാം ഭാവത്തിൽ സർപ്പവും 11ാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നു. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് വിവിധ തരത്തിലുള്ള ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അവരൊക്കെ ഈ ബന്ധങ്ങൾ വഴി ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. സൂര്യനും ശനിയും അനുകൂലമായിട്ട് നിൽക്കുന്നു. അതാണ് ഇവരുടെ ഹൈലൈറ്റ്. സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണെങ്കിലും ഇവിടെ 3ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലം, 3ാം ഭാവത്തിൽ കുംഭം രാശിയിൽ സ്വക്ഷേത്ര ബലമായിട്ട് ശനിയും അനുകൂലം. അപ്പോൾ ഈ ആദിത്യ ശനി യോഗത്തിൻ്റെ ദോഷം ഇവരെ ബാധിക്കില്ലെന്ന് മാത്രമല്ല, ഗുണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും, സന്താന ഗുണം, പിതൃഗുണം. പിന്നെ സാങ്കേതിക രംഗത്ത് ഇവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. ഇൻ്റർവ്യൂ പരീക്ഷ ഇവയിലൊക്കെ വിജയമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും, ബന്ധങ്ങൾ സുദൃഢമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അതുവഴി ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് കണക്കാക്കാം. എങ്കിലും സൂര്യനും ശനിയും ഇവർക്ക് ലഗ്നത്തിൽ നിൽക്കുന്നു, കുംഭം രാശിയിൽ തന്നെയാണ്. അപ്പോൾ അത് മറികടക്കാൻ ഇവർ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക. തീർച്ചയായിട്ടും ആദ്യം ഗണപതി ക്ഷേത്രത്തിൽ പോകണം, ഗണപതി ഭജിക്കണം. അത് ശിവക്ഷേത്രത്തിൽ തന്നെ കാണും. ഗണപതി പ്രതിഷ്ഠ, ഗണപതിയെ പ്രാർത്ഥിച്ച ശേഷം ശിവന് ജലധാര, ഏറ്റവും കുറഞ്ഞത് ജലധാര നടത്തുക.
ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ശിവന് അയ്യപ്പന് നീരാഞ്ജനവും കത്തിക്കുക ശനിയാഴ്ച. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇവർ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, പിന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇതൊക്കെ ചെയ്ത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഇവർക്ക് ഈ ഗുണദോഷ സമ്മിശ്രം എന്നുള്ളത് ഗുണാധിക്യമുള്ള ദിവസങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് പാപഗ്രഹങ്ങളൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ജന്മത്തിൽ രാഹുവുണ്ട്, ചൊവ്വ 4-ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, 12-ാം ഭാവത്തിൽ സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ 4 പാപഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച നിർബന്ധമായിട്ടും ശിവക്ഷേത്രത്തിൽ പോവുക. ശനിയാഴ്ച അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കുക. ശിവന് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ജലധാര നടത്തുക. പിന്നെ ചൊവ്വ ഇവിടെ പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ചെന്ന് 100 പാലഭിഷേകം നടത്തുക, ഭസ്മാഭിഷേകം നടത്തുക. തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളത് നമുക്ക് ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇവർക്ക് ചന്ദ്രനും ശുക്രനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത്. ഏകദേശം 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ളത് ഈശ്വര ഭജനം കൊണ്ട് നമുക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാക്കി മാറ്റിയെടുക്കാൻ പറ്റും മീനം രാശിക്ക്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 5-3-2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 9, 3, 2, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 6-3-2025 9 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 3, 2, 5, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 5-ാം തീയതി രാവിലെ 5 AM മുതൽ രാവിലെ 5:49 AM വരെ 5-ാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ്. 6-ാം തീയതി രാവിലെ 5 AM മുതൽ രാവിലെ 5:48 AM വരെ 6-ാം തീയതി ബ്രഹ്മമുഹൂർത്തമാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നുക, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ. അഭിജിത്ത് മുഹൂർത്തം 5-ാം തീയതി ഇല്ല. 6-ാം തീയതി ഉച്ചയ്ക്ക് 12:09 PM മുതൽ ഉച്ചയ്ക്ക് 12:57 PM വരെയാണ് 6-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 5-ാം തീയതി ഉച്ചയ്ക്ക് 12:33 PM മുതൽ ഉച്ചയ്ക്ക് 2:02 PM വരെയാണ് 5-ാം തീയതി രാഹുകാലം. 6-ാം തീയതി ഉച്ചയ്ക്ക് 2:02 PM മുതൽ ഉച്ചയ്ക്ക് 3:31 PM വരെയാണ് 6-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 5-ാം തീയതി ബുധനാഴ്ച പച്ച, 6-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.